എന്താ വർത്താനം? എങ്ങോട്ടാ എല്ലാരും കൂടി കളിച്ചാൻ പോവേ? അപ്പൊ നോമ്പ് പറ്റി ക്ഷീണിക്കൂലേ? നോമ്പ് തോറ്റോടല്ലേ ക്ഷീണിക്കുള്ളൂ. ബൈ ബൈ, കാണാട്ടാ. തിരക്ക്. ബൈ ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ അച്ചുപ്പ പക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് കാട്ടുവാസികളെ പോലെ കിടക്കും. അത് ബിട്ടു, ഇതിന്റെ മിട്ടു, നമ്മളത് ബ്രിട്ടോ. പട്ടിന്റെ ജീനാണ് തോന്നുന്നത്. കടിച്ചിട്ട് സാധനം. നിങ്ങളെ വീട്ടിൽ അതൊക്കെ വേണേ മിനിമം. മറ്റേന്റെ കടി ഒരു പതല്ല കടിയാണ്. ഇതങ്ങനല്ല, കടിച്ചാണ്ടല്ലോ ഓട്ടയാവും. അങ്ങനത്തെ കടിയാ. ജിമ്മിനെയും കടിച്ചിക്കണേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ബാസിലിന്റെ റിസോർട്ടിൽ ഏകദേശം എത്തിപ്പെടാനായി. ശ്രീമാൻ ബാസിൽ അവർക്ക് ഒരു റിസോർട്ടുള്ള കാര്യം ഏവർക്കും അറിയാലോ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതാണ് ബാസിലിന്റെ റിസോർട്ട്. ഇട്ടാ ആ ബോർഡ് വെച്ചിട്ടാ. അപ്പൊ ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടി ഇരിക്കുന്ന പറഞ്ഞ പോലെ ചട്ടിയും കലായിട്ട് ലിയ കയറിക്കണ വണ്ടിയില്. അപ്പം ചിക്കൻ പൊട്ടിത്തെറിച്ചത് ലിയക്ക് എന്താ വെച്ചാല് എല്ലാം എടുത്തിക്കണേ. അവസാനം ചട്ടിയും മുട്ടിയപ്പോ തട്ടിയും മുട്ടി മാത്രമേ ഇരിക്കുള്ളൂ. ചിക്കൻ അവസാനം കുറച്ച് മണല് വാരിട്ടാണ് കടല ചൂടാക്കണേ. സൽമാൻ എടുത്ത് വരും. അപ്പം ലിയ ചട്ടിയും കലമൊക്കെ എടുത്ത് കയറിക്കണം. എന്താ വെച്ചാല് ഇന്ന് നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുള്ള ടാസ്ക് എന്താ വെച്ചാല് ഓരോ ലേഡീസും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവരിക. അത് ഇത്ര ക്വാണ്ടിറ്റി അങ്ങനെയൊന്നുമില്ല, എന്നാലും എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെ കുക്ക് ചെയ്ത് വരിക എന്നുള്ള ടാസ്ക്കാണ്. അപ്പൊ അതിൽ ലിയ തെരഞ്ഞെടുത്ത ഭക്ഷണം ചിക്കൻ പൊട്ടിത്തെറിച്ചത് ആണ് ലിയ തെരഞ്ഞെടുത്ത ഭക്ഷണം. അപ്പൊ മഞ്ചേരിയിൽ നിന്നും തന്റെ ജോലി തിരക്കുകളിൽ നിന്നും കമ്പനിയിൽ എന്തായിട്ട് ലിയ വർക്ക് ചെയ്യണേ? ഡാറ്റ അനാലിസിസ് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോവോ? ഏത് കമ്പി? അപ്പം ഡാറ്റ അനലിസ്റ്റ് എന്താണ്? ഡാറ്റ അനലിസ്റ്റ് ആയിട്ടാണ് ലിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡ് നോക്കണ നബീലാണ്. തട്ടിയോ? കണ്ണുമോറൊക്കെ മാറിയ പോലെ. ഇതൊന്നും റെഡി ആക്കണ്ടേ? വീട്ടുകാരോട് പറഞ്ഞിട്ടേ ഞാൻ നോക്കണ്ട്. ഈ ചെടിക്കൊരു പേരില്ലേ? എന്തൊക്കെയാ പേര്? ചൈന റോസ്, മണി പ്ലാന്റ്. അതല്ല അറിയാനേ. ആ പൂപ്പിച്ചെടി അറിയും. എന്താ? ഓർക്കാപ്പുളി. ഓർക്കാപ്പുളിന്റെ മരത്തിന്റെ അവിടെ എത്തിട്ടോ. വന്നോ നോമ്പുകാലാണ്. ഓർക്കാപ്പുളിയൊക്കെ കണ്ടാ അല്ലേലും വെള്ളം നിറയും. അത് ശരി, വെള്ളം നിറഞ്ഞാലൊന്നും കുഴപ്പമില്ല നോമ്പിന്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ബാസിലിന്റെ റിസോർട്ട്. തിരയും തീരവും, അതായത് തെങ്ങുകൾ കൊണ്ടും കവുങ്ങുകൾ കൊണ്ടും മുളവർഗ്ഗങ്ങൾ കൊണ്ടും തുടങ്ങി സർവ്വഫല പീശാദികൾ കൊണ്ടും ആയുർവേദ മേഖലകളാൽ ബന്ധപ്പെട്ട എല്ലാ സസ്യഫലാദികൾ കൊണ്ടും ഞങ്ങൾ കൂട്ടിച്ചേർത്ത ഏറ്റവും പുതിയ റിസോർട്ട് തിര.in. ഇവിടെ പറക്കുന്നലകീത്തെ ബസ് വരെയാണ് ഈ റിസോർട്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത ശലഭങ്ങളും പക്ഷികളും മറ്റേ ഇലകളും ഇല്ല, എല്ലാം ഇവിടെ ഉണ്ട്. തിരയിലെ ആദ്യം എത്തിയ നമ്മളാട്ടോ, കാരണം പരിപാടി നടത്തുന്ന നമ്മളാണ്. നമ്മളാദ്യം വന്നിട്ടില്ലെങ്കിൽ ആകെ മോശമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും മാസം ഇങ്ങോട്ട് ലാസ്റ്റാ പോലെ. നമുക്ക് അച്ചോ അച്ചു തിരിച്ചിടോ? ഇങ്ങനെ ഇടോ? ബിൻസി ഇവന്റ്സ്, അതായത് മിക്കി ഇവന്റ്സ് നടത്തുന്ന നോമ്പ് തുറവി പന്തലുകൾ.
ബാ ഇനി വാ. ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയിരിക്കും. ഓ ഓ വാവ് അമേസിംഗ്. വാവ്. അപ്പൊ ഇതാ വന്ന് കയറിയപ്പോ തന്നെ കാണാൻ പറ്റുന്നത് ബിൻസി ഇവന്റ്സിന്റെ വണ്ടിയാണ്. BE ഇവന്റ്സ്, അതായത് മിക്കി, ശ്രീമാൻ മിക്കി നടത്തുന്ന സ്വന്തം ഇവന്റ് കമ്പനി ആയിട്ടുള്ള ബിൻസി ഇവന്റ്സിന്റെ വണ്ടി തിരയുടെ മുറ്റത്ത് തന്നെ നിർത്തിയിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്റെ വണ്ടിയില് ഒരു കടിച്ച മാങ്ങ മിക്കി ഉണ്ടാക്കി അയിപ്പൊക്കെ പോയിട്ടോ. ഇവിടെ തന്നെ ചളഞ്ഞ് ഇന്റെ കയ്യിൽ കണ്ടിട്ട് ആൾക്കാർ ഇന്നെ പറയും. ബാ ഞാൻ എടുത്തരാം. അല്ലെ വണ്ടി തിരിച്ചോ. ചട്ടി കൊണ്ടുവരുന്നത് അലിയ. ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയിരിക്കും. ടിങ് ടോങ്. ചിക്കൻ എടുത്തിട്ടില്ലേ? അല്ല എവിടെ വെച്ച് ബാക്കിൽ എടുത്തോളൂ, മറ്റേ തിരിച്ചിടാൻ. ഓക്കെ. അവിടെ കൂളായിട്ട് തിരിക്കാച്ചോ. ലോറി മാറ്റൊന്നും വേണ്ട. ഓ നബീല് ലോറി കേറി കമ്പക്കാരൻ. എന്ത് കിട്ടിയാലും ഓട്ടാൻ പിന്നെ വിളിച്ചാൽ മതിട്ടോ. ഞാൻ പിടിക്കാം. എന്റെ ബാഗ് എടുക്കണ്ടല്ലോ. അതിലെന്താ ജിമ്മിന്റെ ഞാൻ പിടിക്കാം. ഇതിമ നോക്കിക്കോ. ഇതിമേ അങ്ങനെ നടക്കണ്ട, അങ്ങനെ നടക്കണ്ട. ഇതിമ നോക്കിക്കോ. ഈ ലോക്കുമേ അപ്പുറത്തേമൊക്കെ പോയിക്കോളൂ. അമ്മേ പോരുവാ. അച്ഛോ തിരിച്ചിട്ടോ. ഇങ്ങോട്ട് പോര്. ഓളങ്ങോട്ട് വിളിച്ചാ ഇങ്ങോട്ട് നാളെ ആ ചട്ടി കൊണ്ട് നിക്ക പാവുണ്ട്. സുഹൃത്തുക്കളെ, എന്ത് വണ്ടിയും എന്തുണ്ടെങ്കിലും ഓടിക്കാനും എൻ്റെ അടുത്ത് കൊടുത്താൽ മതിട്ടോ. എടത് ഈ ഏപ്രിൽ മെയ് സീസണിൽ ഒരുപാട് കല്യാണ വീടുകൾ അലങ്കരിക്കാൻ വേണ്ടി പോകാനുള്ള വണ്ടിയാ. അപ്പൊ നബീല് കുറെ ലോറികൾ ഓട്ടിയതാണ്. ബോസ് ഒറിജിനൽ ബോസ് എത്തി. സ്റ്റാർട്ടാക്ക നബീലെ. വണ്ടി എങ്ങോട്ട് ഇടണേ? അല്ല എന്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. തീരെ ബോധല്ലോ പിന്നെ തിരന്റെ മതില്. പോണ് വണ്ടി തോട്ടിക്ക്. കൊറച്ച് മുന്നിക്ക് കിട്ടോ. മുന്നിക്ക് എന്നാ അവിടേക്ക് വേക്കച്ചോ. അടുത്ത ചട്ടിയും കലവുമായി അടുത്ത അതിഥി എത്തിച്ചേർന്നിരിക്കുന്നു നശ്വാവർകൾ. ഇപ്പൊ ഒരു ചട്ടിയും കലപ്പ പോയിട്ടുള്ളൂ. ചട്ടിയും കലപ്പ തട്ടിയും മുട്ടിയിരിക്കും. ഇപ്പൊ തന്നെ നോക്കണ്ട. ഉണ്ടാക്കി കൊടുത്താ മാഷാ അല്ലാഹ്. നല്ല കുട്ടിയാണോ. ഇതെടുത്താ തുറന്ന ആണോ? അല്ല ഓള് എപ്പോഴും ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണ്. മസാല കൂട്ടാനായ അതായത് ഇതെന്താ കാട്ടുകൂടെ ഓട്ടി കളിക്കണേ. എന്താ വെജിറ്റബിളാ? എന്തായാലും മതി, അത് കുഴപ്പമില്ല. കാരണം ചിക്കൻ അത് കുഴപ്പമില്ല. അപ്പൊ വെജിറ്റബിൾ സമൂസയായി നമ്മളെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഉണ്ട് പൊട്ടാറ്റോ ഉണ്ട്. അസ്സലാമലൈക്കും. വെജിറ്റബിൾ സമൂസയായിട്ട് ഇതാ നശ്വ അവർകൾ. വേണ്ട എടി നശ്വ മാറി. എന്തൊക്കെയാ കാട്ടുന്നത്? നസീകരണം പിടിച്ച ചങ്ങായി കൊണ്ട് പോകാൻ അവിടെ തന്നെ വണ്ടി. ഞാനിട്ടോ കാട്ടണം കേട്ടോ. തിരിച്ചാ മതി. കറക്റ്റ് പൊസിഷനല്ല പാർക്കിങ്. വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റൈലിൽ പാർക്ക് ചെയ്തിരുന്നു. എന്തൊക്കെയാ കാട്ടണത്? കയ്യിൽ എന്തോ കിട്ടിയ മാതിരി പറയും. അവനോട് ആദ്യം പറഞ്ഞ കാട്ടി കയറ്റിടാന്.
എന്താ അറിയോ അത് ഓട്ടി കളിച്ചാൻ അതിനാണ്. വേണ്ടിട്ടാണ് അറിയിട്ടല്ല ഓൻ അറിയ വണ്ടി ലാസ്റ്റേ പോവുള്ളൂ ഈ സാധനം ഫുള്ള് ഇതിൽ കയറ്റിട്ട് അത് പോവുള്ളൂ എന്നുള്ള ഓന് വ്യക്തമായിട്ട് അറിയാം അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുക ആ മിക്കേ പാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താ ആ പുല്ലും മണലും കാണിച്ചു കൊടുത്താ നബീല് വണ്ടി പാർക്ക് ചെയ്താണ് കേട്ടോ ഇത് ഒരു വണ്ടി ഇത്രയും നേരം അവന്റെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ടായിട്ട് അവൻ പാർക്ക് ചെയ്യലാണ് ഇപ്പൊ ഇത് കണ്ടോളി ഇത്ര ഉള്ളൂ ഞങ്ങളെ ബുദ്ധി ആ മിക്കി ഇന്നതിന് നോമ്പറങ്ങി ആ വാവ് അറബിക് സ്റ്റൈൽ ഡിസൈൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അറബിക് സ്റ്റൈൽ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നു മിക്കി അറബിക് സ്റ്റൈലുള്ള ഡിസൈനുകൾക്ക് BE ഈവൻസ് ഇടപെട മിക്കി വണ്ടി ഒന്ന് കൈകി തരട്ടെ എനിക്ക് അപ്പോൾ അതാണ് ബാസിലിന്റെ ഏവർക്കും പ്രിയപ്പെട്ട തിര റിസോർട്ട് കണ്ടോളൂ ഉള്ളത് കൊണ്ട് ഓണം പോലുള്ള റിസോർട്ടാണ് ഞങ്ങളുടെ റിസോർട്ട് വൺ വ്യൂവും സെറ്റപ്പും ലാൻഡ്സ്കേപ്പും കല്യാണ പരിപാടികൾ വെഡിങ് എന്ത് ഷീറ്റിനെ പോച്ചുറങ്ങും കേട്ടോ അപ്പം ഇതേതാ ജ്യൂസ് എനിക്ക് മനസ്സിലായോ അതായത് നമ്മളെപ്പോഴും നിർത്തി കുടിച്ചില്ല അതായത് നമ്മളെല്ലാ സമയത്തും ഈ ജ്യൂസാണ് ഇവിടെ നിർത്തി കുടിക്കല് എടവണ്ണ പമ്പില് അവിടെ മാത്രമേ കിട്ടുള്ളൂ. അല്ല ഇപ്പൊ പുറത്ത് കൊടുക്കണ്ടോ മനസ്സിലായോ ഏവർക്കും പ്രിയപ്പെട്ട ക്യാരറ്റ് ജ്യൂസും ജിമ്മിക്ക് ഇതിൽ ഏകദേശം അറിയോ ആ ഇളനീര് അല്ലേ ജിമ്മി ഇളനീരും കുടിക്കലുണ്ട് ഞാൻ ക്യാരറ്റും കുടിക്കലുണ്ട് അപ്പം ഇതട്ടോ ജ്യൂസിന്റെ ഒന്ന് മിൽക്കും ക്യാരറ്റും ഇതാണ് എനിക്ക് ഓലിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ഇത് ഞാൻ കുടിച്ചിട്ടില്ല മാംഗോ ഡിലൈറ്റ് പവേർഡ് ഫ്രൂട്ട് കപ്പ് 5 മാംഗോ ഓക്കെ മാംഗോ പുതിയതാ അല്ലേ കുടിച്ചു നോക്കാം ഇതോ ജ്യൂസിന്റെ വഴിയാണ് നമുക്ക് ഇന്ന് ജ്യൂസുകൾ വന്നിട്ടുള്ളത് നൂറ വേണേ ഒരു കപ്പ് കുടിച്ചേ എന്നാ കുടിക്കല്ലേ ഇപ്പൊ വരും ഓല് പെടുത്തന്നെ ഓള് വരെ പെടുത്തന്നെ അപ്പം നമുക്കിതാ കുക്കിംഗ് പരിപാടികൾ ആരംഭിക്കാനായി എണ്ണ നീ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ പാവുണ്ട് കേട്ടോ ഓളെന്നെ കൊടുന്നു ഒരു സൺഫ്ലവർ ഓയിലും ഇതിക്കൊരു 2 ലക്ഷം ആയിരിക്കും ആ നബീൽ ഇനി ബിസിനസ് ടൈക്കൂണല്ലേ ലക്ഷങ്ങളുടെ കളികളെ ഇനി മാത്രമേ ഉള്ളൂ ഇതിലേക്കൊരു 2 ലക്ഷം രൂപ നബീലെ ഈ മൈക്ക് നല്ല ക്ലിയറിൽ കിട്ടും നബീലിന്റെ പ്രത്യേകം എന്താ അറിയോ സത്യം പറഞ്ഞിട്ട് എന്നിട്ട് അത് നോണയാക്കി മാറ്റും സത്യം പറഞ്ഞാൽ നമ്മൾ കുടിച്ചുമ്പോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ആ ലക്ഷങ്ങളെ പരിപാടിയാണേ ആ കാണുമ്പോ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റില് ഷാരിഖ് ശംസുദ്ദീന വീഡിയോ ഫുൾ ടൈം മൂപ്പര വെല്ലുന്ന രീതിയിൽ നബീല് ഒരു പരിപാടിക്കും പോകല്ല പക്ഷെ 25 ലക്ഷത്തിന് 30 ലക്ഷത്തിന് ഇൻവെസ്റ്റ്മെന്റ് ആളുണ്ട് ആൾക്കാർ പുച്ഛിക്കലുണ്ട് ഓ അങ്ങനെ നടക്കാണ് ആ നടക്കണ നബീൽ അല്ലെന്നാണ് ഇപ്പൊ എന്താ പറയാ ഈ സ്റ്റോക്കിലൊക്കെ ഒരു 2 ലക്ഷം വലിച്ചിട്ടുണ്ട് അതായത് ഷെൽഫിൽ നിന്ന് 2 ലക്ഷം എടുത്തിട്ട് ആ സ്റ്റോക്ക് കിടാന് ഹംബിൾനെസ് പൊളൈറ്റ്നെസ് വിനീതൻ അന്റെ പേരിനർത്ഥം ശ്രേഷ്ഠൻ അപ്പം തിരന്റെ ഉള്ളിൽ കാണിച്ചു കേട്ടോ സമൂസ റെഡി ആയി കുറച്ച് സമൂസ ഉണ്ട് ബാസിലെ അല്ല പൊട്ടി ഇഫ്രത്തിട്ടാ ഇഫ്രല്ലേ ഇഫ്ര അവർക്ക് എത്തിയിട്ടുണ്ട് ലൈറ്റാലുണ്ടേ സ്വന്തമായിട്ട് റിസോർട്ട് ഉണ്ടാക്കിയ പോരാ ലൈറ്റുകൾ കറക്റ്റ് അറിയില്ല റൂംസ് ആൻഡ് സർവീസസ് ഉണ്ടല്ലേ എടുത്തു സ്കൂട്ടി മറ്റേ വീഡിയോ മറ്റേ കഴിഞ്ഞ ഹുക്ക് ഉണ്ടാക്കിയാ ഇതാ
അല്ല പൊട്ടിത്തെറിച്ചതിന് എന്തിനാ സമൂസന്റെ പോലെ? ഇതുകൊണ്ടാണ് അതിന്റെ കവർ ചെയ്യുക. ചിക്കൻ അതിലിങ്ങനെ സാധനം ഒരു പ്രാവശ്യം വീട്ടിൽ സക്സസ് ആയത്, അതാണ് പിന്നെ എനിക്ക് ധൈര്യം പ്രാവശ്യം. മനസ്സിലായി. അപ്പൊ മൈദ വേണ്ടതിക്ക് അയി പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മള് ഇവിടെ കട്ട് ചെയ്യല്ലേ? അരയന്നം ബാസിലിന്റെ റിസോർട്ടിനെ മനോഹരമാക്കുന്ന രീതിയിലുള്ള ഒരു സീനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാസിലിന്റെ റിസോർട്ടിന്റെ ബാക്ക് വശത്ത് എപ്പോഴും അരയന്നങ്ങളെ കൊണ്ട് നമുക്ക് ഇരിക്കാൻ വയ്യട്ടോ. അപ്പം ഇതെന്താ അപ്പൊ എന്താ വെച്ചാല് ഇനി എന്താ വെച്ചാ അരയന്നങ്ങളെ കാണുമ്പോ പശു ഇറങ്ങുന്നു അടിക്ക്. അത് പോണ് പശു എല്ലാം ഉണ്ട് കേട്ടോ. പ്രകൃതി രമണിയാണിത്. ആ പശുവിനെ കാണിച്ചത് പശു ഇവിടെ ഈ വിങ്ങില് പശു നോക്കണ്. ആരാടത്? ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കണ ഇതാ പശു നോക്കണം. പശുവിന്റെ അടുത്ത് സമയം പശു നോക്കുക. ഡബ്ബയാണ് താറാവിനെ. ഇത് പശും കൂടി അറിയാത്ത സൗണ്ടാണ്. ഇതേതാ പുതിയൊരു ഇനം? ഉണ്ടായിക്ക അത് പുതിയൊരു ബ്രീഡാട്ടോ. ഇത് വെച്ചൂർ പശു. വെച്ചൂർ വെച്ചൂറല്ലേ? വെച്ചൂർമൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ആക്കില്ലേ? ഓ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഈ പുല്ല് ട്രാൻസ്പ്ലാന്റ് അല്ല, വേറെന്തോ അല്ലേ പറയാ? ലാൻഡ്സ്കേപ്പ്. അപ്പൊ ഇവിടെയൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടാ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ച് മുളപ്പിച്ച്. അപ്പൊ ബാസിലിന്റെ പ്രകൃതി രമണിയാണ് കേട്ടോ. അതായത് ഗസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്ന ടൈമിൽ തന്നെ നിങ്ങളിപ്പോ ഇവിടെ ഒരു ദിവസം ബുക്കിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടുന്ന് ബാസിലും മുർഷിയൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? മുർഷി ഉണ്ട് താളിപ്പാട സ്കൂളത്തെ സാറ്. അതിലൊന്നും പെടാതെ ഇങ്ങനെ സ്റ്റാൻഡേർഡായി ഇങ്ങനെ നടക്കുന്ന ആളാണ് കേട്ടോ മുർഷി. നല്ല 4 മട്ടലാണ് കേട്ടോ. ചാടി അപ്പം മരണം. അടുത്ത പരിപാടിക്ക് വരുന്ന ഗസ്റ്റുകൾ ഫുള്ള് കരിക്കൂട്ടിട്ട് ചാക്കിലാക്കി പോയി. ഇത് തേങ്ങ ഇടാൻ ഇരിക്കണോന്നുണ്ട്. നാലോ ഓല അല്ല, ഒന്ന് വിളിച്ച് പറയാനാണ്. കാണുമ്പോഴേ ഓർമ്മ കിട്ടുള്ളൂ. ഇവിടെ വേറൊരു സാധനം. അപ്പം ഗസ്റ്റുകൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നടത്താൻ കല്യാണ ഫോട്ടോഗ്രാഫി, വിവാഹ ഫോട്ടോഗ്രാഫികൾക്കായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഇവിടുന്ന് നോമ്പറ കഴിഞ്ഞാൽ ഞാൻ ഒരു കുളിയുണ്ട് ഇവിടുന്ന്. വാവ് സുഹൃത്തുക്കളെ, ചില്ലറ സെറ്റപ്പ് അല്ല. എല്ലാത്തിനും നബീലിനാക്കണ്ട, പാവുണ്ട്. അവന് ചെറിയ നനവിട്ടാൻ വേണ്ടി നനച്ചതാ. പക്ഷെ ഇഞ്ഞും മുണ്ടോട്ട് തോത്തേണ്ടി വരും തോന്നുന്നു. അപ്പം ഇതാ കണ്ടോളൂ, ലാൻഡ്സ്കേപ്പ് സ്പോട്ടിന്റെ ഇടയിൽ ഒരു ചെറിയ ഷവർ സ്പോട്ട് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് കുളിക്കാം ബാസിലിന്റെ റിസോർട്ടിൽ നിന്ന്. പിന്നെ മനസ്സിന് അനുഭൂതി നൽകുന്ന ഒരു ഫുട്ബോൾ കോർട്ട്. ഓ, അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് ആവശ്യമായ ആസ്തറ്റിക് ഫോട്ടോഗ്രാഫി. വന്നപ്പോ ആസ്തറ്റിക് ഫോട്ടോ എടുത്തിട്ടോ നൂറ? ഇൻഫ്ലുവൻസറായി താറാവ് വൻ സീന്. താറാവ് പിടിച്ചോണ്ട് വെച്ചാലോ നോമ്പറവിക്ക്? നോമ്പറവിക്ക് കൊടുക്കാത്ത മെനുന്ന് 2-3 ഐറ്റം. താറാവ്. അയ്യോ, അവിടെ എന്താ വലിയ പശു. ഓ, ആ പശു സൈസ് പശു കേട്ടോ. അതിന്റെ അപ്പുറത്ത് വേറെ പശു. ലെഫ്റ്റിലോ റൈറ്റില് വേറെ പശു, ലെഫ്റ്റില് വേറെ പശു. അത് വെണ്ടല്ലൂർ പശുവാണ്. ആണോ? അത് എടക്കര കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പശുക്കളാണ്ടത്. അത് കാട്ടുപോത്തിന്റെ ബ്രീഡാണത്.
കാട്ടുപോത്ത് അടക്കം നാട്ടിൽ കറങ്ങും. കാരണം എന്താ വെച്ചാൽ ഇത് ക്രോസ് ആയതാണ്. കാട്ടുപോത്തും നാട്ടു പശുക്കളും ക്രോസ് ആവണാണ്. കാരണം നമ്മളെ ഏരിയ അങ്ങനത്തെ ഏരിയ ആണ്. കാരണം കാട്ടുപോത്ത് ഇവിടെ ക്രോസ് ആവും. കാരണം അപ്പുറത്ത് അങ്ങനത്തെ റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് അപ്പുറത്തേക്ക്. ഈ പുല്ലാണ് പൈക്കൊക്കെ ഏറ്റവും നല്ല. പക്ഷെ ഇത് അവിടെ അത്രയും ഇതായിട്ട് ഈ പുല്ല് മാത്രം ഇങ്ങനെ ഇതാക്കി നോക്കാം. ഈ പുല്ലേ ഇത് പ്രൈവറ്റ് പുല്ലാണ്. ഇത് പബ്ലിക് പുല്ലല്ല. മൂപ്പര് കൃഷിയാണ്. മൂപ്പര് പശുക്കൾ. ഇതെന്താ മെച്ചെനിക്കറിയില്ല. ഇത് കരിമ്പാണ്. മറ്റേ നായ്ക്കരിമ്പ. മൂപ്പര് പശുക്കൊക്കെ മെച്ചോ പാല് കിട്ടുന്നല്ലേ. നമ്മളെ കോറിയിലൊക്കെ നമ്മളിങ്ങനെ ആദ്യം മദ്രസ കൊടുന്ന കന്നിനെ കന്നിനെ നോക്കാൻ കൊണ്ടുപോയി. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യും. കുട്ടികൾ എത്ര 1000 കുട്ടികളൊന്നും ഞാൻ ഹാൻഡിൽ ചെയ്യും. അതല്ല അതിങ്ങനെ പബ്ലിക്കാക്കി കുട്ടികൾ വന്നിട്ട് വലിയ അല്ല ചോറ് കണക്കായിട്ടുള്ളൂ. നമ്മളെ ഏൽപ്പിച്ചായോണ്ടേ. അപ്പൊ വൈകുന്നേരം ആകുമ്പോ നമ്മളെ ഗസ്റ്റുകൾക്ക് വേണ്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ എന്ത് ചെയ്യും? ഈ ടൈം അതായത് അഖിലേന്ത്യാ സെവൻസിൽ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഓലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും? പന്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഓലിപ്പോ എന്തായാലും കൂട്ടും. കാരണം 3 ആളുള്ളൂ. എങ്ങനെയാലും ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചാൽ കിഡിലൻ ഗ്രൗണ്ട് കേട്ടോ. സൂപ്പർ ഗ്രൗണ്ട്. നൈസ് ഗ്രൗണ്ട്. മറ്റേ ട്രാക്ക് കണ്ടിട്ടില്ല? സൂര്യൻ ഇങ്ങനെ ഗോൾഡ് ലൈറ്റ് എത്തിച്ചാണ്ട് ആ പാട്ട് കേട്ടിട്ടില്ലേ? സ്കൂളിൽ പഠിക്കണേ. ഇത് പഴയ പാട്ടിനെ. ഇതൊക്കെ കൊറേ മുമ്പായിട്ടുള്ള ട്രാൻസ്. അല്ല കൊക്കുണ്ടോ? കൊക്കുണ്ട്. ഓ രാജേട്ടൻ പറഞ്ഞ മാതിരി. ഓ ബാസിൽ ഇന്ന് മനസ്സിൽ കറക്റ്റ് ദിവസത്തിൽ എല്ലാ സാധനങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ കൊക്കിന് കൊക്ക്, താറാവിന് താറാവ്, പശു. ബാസില ഇനി ഗസ്റ്റുകൾ വരുന്ന എന്തൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മറ്റേ കാലിച്ചന്തേന്ന് പോയി എടുത്താണ് ഇവിടെ തീറ്റിച്ചേണ്ടി വരും കേട്ടോ. ബാസില് ഗസ്റ്റുകൾ വരുന്നേ സാധനങ്ങളൊന്നുമില്ല. ബാസില് രാവിലെ ഇടക്കര ചന്തയിൽ പോയിട്ട് കുറച്ച് താറാവുകളി സാധനങ്ങളൊക്കെ വൈകുന്നേരം തന്നെ തിരിച്ചോണ്ടിരുന്നേ കേട്ടോ. അതില് എന്താ പോലെ അങ്ങനത്തെ പ്രാവശ്യം റെന്റിന് കിട്ടോ പശുവിനെ? അതൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരാണ്. അയലൊക്കെക്കാരൊക്കെ അവരോട് പറഞ്ഞ ഇറക്കും. അയലൊക്കെക്കാരൊക്കെ മോട്ടറാക്കിയിട്ടാണ്ട് വിടും പശുക്കളെ. പഞ്ചല്ല ശരിക്കും ഒരു കുതിരന്റെ കമ്മിണ്ട്. ആനയും വേണം. ആന കുറച്ച് കഴിഞ്ഞാൽ കാട്ടിൽ തന്നെ ഇറങ്ങും. അത്രയും കാട് ഉണ്ട് മിക്കവാറും. ഒറിജിനൽ വരും. പാലങ്കര അന്ന് എത്ര 8 ആനയാ പോയത് എന്റെ പേരന്റെ അപ്പുറത്ത് കൂടെ. ഇവന്റെ പേരന്റെ അവിടെ ആന ഉണ്ടാവില്ല. നിങ്ങള് ഈ പുറമേനിയൻ നാടുകളിൽ നിന്ന് വ്ളോഗ് കാണുന്നോല് കരുതും ഞങ്ങൾ ഈ പറയണൊക്കെ തള്ളാണ്. ഞങ്ങളെ ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടെ 2 പുലി പോയത്. ഓല മെമ്പർഷിപ്പ് എന്തോ പുതുക്കാൻ വേണ്ടിട്ട് എന്തിനോ വേണ്ടിട്ട് പുലി എന്നു നേരെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നോക്കിക്കണം പുലി ഇങ്ങനെ നിൽക്കണേ. ഫോട്ടോ വന്നു CCTV. അതേമാതിരി പൊട്ടിക്കൽ അജോദിന്റെ നാട്ടിൽ കൂടിയാണ് ഫുള്ള് പുലി ഇറങ്ങല് ഏത് നേരം ആ ഭാഗത്ത്. പിന്നെ എവിടെ പുലി ഇറങ്ങല്? അറിയണ്ടാവും. ഇവന്റെ നാട്ടിലാണ് ആന ഇറങ്ങല്. 7 ആനയും സാധനങ്ങളൊക്കെ. എങ്ങനെ വെച്ചാൽ എല്ലാ സീസണിലും ചക്ക ഉണ്ടാവില്ലേ? ചക്കന്റെ സ്മെല്ല് സെൻസ് ചെയ്യാലത് ഭയങ്കര ഇതാണ്. കിലോമീറ്റർ കണക്കിന് അപ്പുറത്ത് കിട്ടും. എന്നിട്ട് ഈ ചക്കന്റെ സീസണായ ആന ഇറങ്ങും. അപ്പൊ നമ്മള് നാട്ടുകാരെല്ലാരും പാടെ എന്താ പടക്കൊക്കെ പൊട്ടിച്ചായിട്ട് പിന്നാലെ കൂടി ആട്ടി ആഘോഷിക്കല്ല. അവിടെ ഒരു തോടുണ്ട്. ഫോറസ്റ്റുകാരും ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് ആക്കും. എന്നിട്ട് അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചായിട്ട് പോകോളം. ആന സീസൺ ആയ അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല ചക്ക സീസൺ ആയ എന്തിന്റെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അവിടെ ഉണ്ടാവും. അതൊന്ന് തപ്പിയാൽ മതി. മേശന്റെ വലിപ്പിലോ ജനലിന്റെ അടുത്തോ എവിടെയും ഉണ്ടാവും. അപ്പൊ ഇതാണ് ബാസിലിന്റെ റിസോർട്ടിന്റെ പ്രകൃതി ഭംഗിട്ടോ. നമ്മളെ നിലമ്പൂര് ഏരിയയിലൊക്കെ സാധാ ഇപ്പൊ കല്യാണ ഷൂട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണ ഷൂട്ടിനൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. വേറെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗെറ്റവേ ഇവിടുത്തെ ഫ്രണ്ട്സ് ഫാമിലി ജിംഷാന്റെ വെഡിങ്ങിനുള്ള ഫോട്ടോസ് ഫുള്ള് ഇവിടെ നിർത്താം കേട്ടോ. അപ്പം ഒരു ഗെറ്റവേ പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വെക്കേഷൻ ഒക്കെ വരുന്നത് ഫാമിലി ഗാദറിംഗ്, ഫ്രണ്ട്സ് ഗാദറിംഗ്, കസിൻസ് ഗാദറിംഗ്, എന്തും ഏത് ഗാദറിംഗ് എന്തും സ്മോൾ തന്റെ പ്രിയതമയെ സഹായിക്കുന്ന അച്ചുവിനെ നമുക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റും. ഓ
ലീം എനിക്കും ഈ ഫ്രെയിമിലാണ് കാണാൻ പറ്റിയത്. നിങ്ങൾക്കൊക്കെ ഉള്ളൊരു മെച്ചം അറിയോ? നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തെന്നുള്ളതില്ലേ, നിങ്ങളെ കുട്ടികളുണ്ടാവുമ്പല്ലേ വ്ളോഗിൽ കാണിച്ചു കൊടുക്കടോ അല്ലേ? അതുണ്ടാവും അല്ലേ? അതൊരു സത്യമല്ലേ. ഇപ്പൊ നമ്മളെപ്പാരും ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലത്തിൽ എവിടെയൊക്കെ പോയിക്കണ്, എന്തൊക്കെ ചെയ്തിക്കണ് എന്നുള്ളൊരു ഐഡിയയും ഞമ്മക്കില്ല. അപ്പം നമ്മളെ വരുന്ന കുട്ടികളൊന്നും അങ്ങനെ ആവൂല. കുട്ടികൾക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്താല് കാണുക നമ്മളിങ്ങനെ മിക്കിന്റെ പണികൾ കുറച്ച് കാണിച്ചു ഫുള്ളായന്. നബിലെ അതിനെ കൈയിട്ട് ഇങ്ങനെ കിളുമ്പണത് ഇതെങ്ങനെ ആക്കാൻ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഏതാ ഇല്ലാത്ത അതന്നെ അതന്നെ ആയോണ്ട് ഇങ്ങനെ ആക്കലല്ല. അപ്പൊ അങ്ങനെ ആവണ്ടേ? ഇങ്ങോട്ട് നോമ്പറക്കാൻ പോവില്ല. ഇജ്ജ് വിളിച്ചോണ്ട് ഇന്ന് ഞാൻ വരും എന്നിട്ട് അപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ വന്നാ മതി. ഇപ്പച്ചി വരാറുണ്ട്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ ആക്കി തരാറുണ്ട്. ഇപ്പച്ചിക്ക് എന്താ വെച്ചാൽ ആ കംഫോർട്ട് സോണ്, ആ നിസ്കാരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാവൂലേ, അതിന്റെ ഒരു ഇതാണ്. അല്ല എന്നാലും എന്താ വെച്ചാൽ പെരി തന്നെ എന്തെങ്കിലും ചെന്നിട്ട് അപ്പൊ മാര്യപുസ്കാരത്തിനൊന്ന് പള്ളിക്ക് പോയി ആ ഒരു അത് മിസ്സാവും. റുട്ടീൻ ഉണ്ടാവും. കറക്റ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷയമാണ് ഈ വാപ്പമാരുടെ റുട്ടീൻ നമുക്കൊന്നും എങ്ങനെ മാറ്റാൻ കഴിയില്ല. കാരണം ഓലുണ്ടല്ലോ വാശിപ്പുറത്ത് ആ റൂട്ടീൻക്ക് ആവാനും പറ്റില്ല, ഓല് നമ്മളെ റൂട്ടീൻക്കും ആവില്ല. ആടാ എവിടേക്കും വരുമൊന്നുമില്ല നമ്മളപ്പം അല്ലെ. വെച്ചാലേ കാര്യങ്ങൾ ഒരു തിരക്കുണ്ടാവില്ല. 4 മണി പരിയിൽ വെറുതെ ഇരിക്കാവും എല്ലാരും പാരും. എന്നാലും ഇങ്ങനെ അതിപ്പോ വന്നാ തിരിച്ച് എപ്പളാ തിരിച്ചു വരാ? പോണതിന് മുന്നേ എന്താ ചോദിക്കാരോ എപ്പളാ തിരിച്ചു വരാ? ആണോ ഇന്നോട് തുറവിന്റെ അറിവ് തന്നെ എപ്പളാ കയ്യാ? അതാണ് ചോറൊക്കെ പറയുമ്പോ നോമ്പൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ വന്നിട്ട് നേരെ കടന്നു തുടങ്ങിട്ടോ. ക്ഷീണം ഉഷ്ണം. നബീലെ കുറച്ച് ഐസ് ക്യൂബ് കൊണ്ടുവരണം. നബീലെ ഐസ് ക്യൂബ് ബാ. അല്ല എന്താ പറയാ, നിങ്ങളൊക്കെ കുടിച്ചാൽ നിങ്ങൾ തന്നെ ജ്യൂസ് കുടിച്ചില്ല, ജ്യൂസിന് മധുരം ഉണ്ടാവില്ല, അല്ല തണുപ്പുണ്ടാവില്ല. നബീലെ 2 കുറ്റി ഐസ് ക്യൂബ്. നബീലെ 2 കുറ്റി ഐസ് ക്യൂബ്. സ്കൂട്ടി ഉണ്ടാവും തോന്നുന്നു ഇവിടെ. ഇഫ്ര സ്കൂട്ടി മല്ലെന്ന് ഇഫ്രന്റെ സ്കൂട്ടി ഉണ്ട്. കൂൾ. ഇതാണ് ബാസിലിന്റെ റിസോർട്ടത്തെ കിണർ കേട്ടോ. കിണറിന്റെ ചുറ്റും മിക്ക എത്ര ആളെ കൊള്ളും? കുറച്ച് ഒരു ഇതും കൂടി അടിക്കൂലേ? 25 ആള് അടിക്കും. ഒരു സൈഡ് 12 ആള് പോകും പോലെ. ഇത് നമ്മള് എങ്ങനത്തെ ഒരു തീമിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്? അറബിക് തീം. ആ തീമൊക്കെ ഇത് വരും തീർച്ചയായിട്ടും. ഫുൾ മൊറോക്കൻ കേജുകളുണ്ടല്ലോ മുകളില്. നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മിക്ക് പറഞ്ഞ. അപ്പം ഇന്ന് നടത്തിയ ഇവന്റിനെ കുറിച്ച് BE ഇവന്റ്സിന്റെ സൈഡിൽ നിന്നും എടവണ്ണ BE ഇവന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ള പന്തല് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവന്റ്സിന്റെ ഇടയിൽ നിന്നും സംസാരിക്കാൻ ഇവന്റ് ഓണർ BE ഇവന്റ്സിന്റെ ബിൻസി ഇവന്റ്സിന്റെ ഓണറും നമ്മുടെ കൂട്ടുകാരനും സർവോപരി സൽഗുണ സമ്പന്നനും ചാമ്പൽ വിദഗ്ധനുമായ മിക്കയെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് അന്നൊരു റെഫറൻസ് അയച്ചു, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീലിന് റെഫറൻസ് അയച്ചു. അത് വെച്ചിട്ടൊരു അറബിക് തീം, ആ ഒരു സെയിം എക്സൈറ്റിംഗ് അയച്ച അതേ മോഡലിനുള്ളത്. ഞാൻ റെഡ് വേണമെന്ന് പറഞ്ഞു. ആ റെഡിൽ അതേ തീമിൽ തന്നെ ചെയ്തത്. ഒരു 25 ആക്കി ഇരിക്കാൻ പറ്റിയ സെറ്റിങ്സ്, ലൈറ്റിങ്ങും. അപ്പം ലൈറ്റിംഗ് ഉണ്ട് 4 ഭാഗത്തുനിന്ന്. ലൈറ്റിങ്ങിന് ആവശ്യമായി 4 ലൈറ്റ് മിക്കി കൊടുത്തിട്ടോ. 4 ഭാഗത്തുനിന്നും നമ്മൾ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ പോലെ ചെയ്തുതരാ എന്നുള്ളതാണ് BE ഇവന്റ്സ് നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ സഹായം കേട്ടോ. 4 ഭാഗത്തുനിന്ന് ലൈറ്റ് വേണം പറഞ്ഞു, 4 ഭാഗത്തുനിന്ന് ലൈറ്റ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ പന്തലിന്റെ ഭംഗി നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും എത്രത്തോളം സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊറോക്കൻ എന്താണ് ലൈറ്റ് ചെയ്തിട്ടുള്ളത്? മൊറോക്കൻ കേജ്. അതാണ് മൊറോക്കൻ കേജുകൾ കണ്ടോ. മൊറോക്കൻ കേജ് ലൈറ്റ്സുകളാണ്. മൊറോക്കൻ തീമിൽ വരുന്ന കേജ് ലൈറ്റ്സ് ആണ് ഇന്ന് മിക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടാവും. രാത്രിയാണ് അതിന്റെ രസം ഉണ്ടാവുക. രാത്രി ലൈറ്റ് കത്തിയാൽ വേറെ മൂഡ് പോകും. മൊത്തം തീമാണ് മാറും. ഇതോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ടേബിൾ സെന്റർ മൊത്തം ക്ലോത്ത് കൊടുത്തിട്ട് റെഡ് ക്ലോത്ത് കൊടുക്കും, ഫ്ലവറും ക്യാൻഡിൽസും കൊടുക്കും. അത് പൊളിച്ചു. മൊത്തത്തിൽ ഒരു റോയൽ തീം നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്ന് പൊളിക്കും നമ്മള്. അതായിരിക്കും അതായിരിക്കും. ബാസിലെ തിരുമ്പാങ്കല് പ്രൊവൈഡ് ചെയ്യണ്ട നിങ്ങള്?
അപ്പം ഇരിക്കണ ഒരു സാധനമാക്കി മാറ്റാൻ നിന്നിട്ടുള്ളൂ, സമയം കിട്ടിയില്ല. മറ്റേത് റിസോർട്ടിലും ഇല്ലാത്ത സെറ്റപ്പാണ് തിരുമ്പാങ്കല്ല് കേട്ടോ. തിരുമ്പാങ്കല്ല് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. തിരുമ്പാങ്കല്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ അടുത്ത് തന്നെ പൈപ്പ്, 2 പൈപ്പുകളും ഉണ്ട് അപ്പുറത്ത് കേട്ടോ. അതായത് ഒരു നാച്ചുറൽ മൂഡ് വരിക, തിരുമ്പി കുളിച്ച് മാറ്റി. അതായത് നാടൻ. പിന്നെ കിണറിന് തൊട്ടിയും കപ്പിക്ക് അതും ഉണ്ട്, മുക്കിയാണ്ട് അതായത് അങ്ങനെ വിളിച്ച പഴമയിലേക്കൊരു തിരിച്ചു പോക്ക്. പശുക്കളെ കാണാ, പശുക്കള് മറ്റേ പാല് തരും. അതുപോലെ തന്നെ അരയന്നങ്ങൾ എന്ത് ചെയ്യും, ടൈം ആകുമ്പോ പെടഞ്ഞു പോകും. അല്ലണ്ട് വ്ളോഗില്. ഇന്നാണെങ്കിൽ എല്ലാം ഒന്നും ചെയ്തു വ്ളോഗില് കറക്റ്റ്. എങ്ങനെയോ എന്തോ ഭാഗ്യം. ഈ റിസോർട്ട് തുടങ്ങി ആദ്യമായിട്ടാണ് മാറി സംസാരിച്ചാലോ. അതിലെ തേങ്ങയുണ്ട് വരെ. ഓ ഫ്രെയിംസ് ബൈ ജിമ്മി അവതരിപ്പിക്കുന്ന ഫ്രെയിമുകൾ. ജിമ്മി ഇങ്ങനെ കറങ്ങി. ഇനി നമ്മള് പൂള് ഉദ്ദേശിക്കുന്നത് അവിടെയാണ്. പൂള് പക്ഷെ കുറച്ച് കഴിയും. പൂളും കൂടി വരാണ്ടല്ലേ? എന്താ പോയല്ലോണ്ട് പൂള് നമുക്ക് വലിയ ആവശ്യം വരില്ല. പൂളും കൂടി വന്നാൽ പൊളിക്കും. ഞാൻ പറയുമ്പോ നിങ്ങൾ പോയാൽ തന്നെ കെട്ടിയാൽ മതി. പോയി കുളിക്കണം അല്ലേ? ഇവിടെ വരുന്നതൊക്കെ പോയി ഇറങ്ങി കുളിക്കും. ആ അതാണ് പോയ ചെക്കന്മാരൊക്കെ ഫുള്ള് പോയിക്ക് ഇറങ്ങണാണ് സുഖം. പൂളിക്ക് ഇറങ്ങരുത്. ഇവിടെ ഒന്നും ഇങ്ങോട്ട് വരില്ല. നശ്വ എന്താ വെച്ചാൽ പെരേന്ന് തന്നെ ഉണ്ടാക്കിയെന്നറിയോ, ഫ്രീ ആയി ബുദ്ധി കളിച്ചൂടെ നശ്വ? പെരേന്ന് എങ്ങനെ പോകുന്നു നിങ്ങളെ TTC കോഴ്സുകൾ? റിവ്യൂ ചോദിക്കല്ലേ. എന്നാലും നല്ല രീതിയിൽ പറഞ്ഞോളാ. ഉഷാറാണ്. എഴുതാൻ ഒരുപാടുണ്ടോ? ഇഷ്ടം പോലെ. കുറച്ച് കുറവാണ്. കോളേജ് ഡെയിലി എത്ര പേജ് A4 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും? കൊറേ ഉണ്ട്. കൊറേ വർക്ക് പെൻഡിങ് ആണ്. അത് ഞങ്ങളെ പെൻഡിങ് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു 2 മാസമായിട്ട് എന്റെ റിലേ കുറച്ച് ഡിലേ ആണ്. അതെന്താ? വർക്കുകളൊക്കെ പെൻഡിങ് ആണ്. ഒന്നും കൃത്യനിഷ്ഠ എൻജോയ് നടക്കാണ് ഇപ്പൊ. അല്ല, നോമ്പല്ലേ, അപ്പൊ നോമ്പ് തുറന്നിട്ട് എഴുതാൻ വെക്കണം. എന്നാലും എത്ര A4 പക്ഷെ ഞാൻ കോളേജിൽ നിന്ന് എഴുതും. മാക്സിമം ചെയ്തു. എത്ര A4 ഒരു ദിവസം ചെയ്തു? ഡിപ്പെൻസ് ആണ്. ഡിപ്പെൻസ്. ഒരു 25. ബാസിലെ ഇജ്ജ് എത്ര A4 ചെയ്തിനി ഒരു ദിവസം TTC പഠിച്ച ടൈമില്? ഞങ്ങൾ 3 ആള് പ്രത്യേകം എന്താ അറിയോ, ഞങ്ങൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഇത് ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പോണ, ഇൻഷാല്ലാ ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പോണ ആൾക്കാരാണ് ഞങ്ങള്. ലോക്കൽ വ്ളോഗേഴ്സ് മാത്രമല്ല, ഇങ്ങനെ മൈക്ക് കൈ പിടിച്ച് ഇതെന്താ ഹലോ ഗൈസ് മാത്രമല്ല, ഞങ്ങൾക്ക് പിന്നാമ്പുറത്ത് ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ട് കേട്ടിട്ടൊക്കെ 95 മാർക്കിനും 99 മാർക്കിനും എഴുതിയെടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം. സെക്കൻഡ് ഇയർ തന്നെ എഴുതുക. അതേ നമുക്ക് പറയല്ലേ, പഠിക്കണല്ല BEdകാരോടും TTCക്കാരോടൊക്കെ നമുക്ക് പറയല. ആകെ ഡേയ്സ് അതാ സെക്കൻഡ് ഇയർ തന്നെ എഴുതിയെടുക്കുക. ട്രൈ ബെറ്റർ ഫെയിൽ ബെറ്റർ എന്നാണ് ഫാത്ത് പറഞ്ഞ പോലെ. ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ഡു സംതിങ്, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. ആ ഡയലോഗ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അത് കുറച്ച് അങ്ങനെ ചെയ്താൽ ഫ്ലോയിലാണ് പോയിക്കോളും. നോമ്പാകുമ്പോ എന്താ നമുക്ക് ഓൾറെഡി ക്ഷീണം ഉണ്ടാവും. എന്നോട് പറഞ്ഞെന്താ, നമ്മൾ ജിമ്മിൽ നമ്മളൊക്കെ അനുഭവിക്കണം. ഞാൻ പഠിക്കാൻ പോവാ, പക്ഷെ പണിക്കൂല. അത് കൊടുത്ത പരിപാടി തോക്ക് തരാം. അതേപോലെ സംഭവം നിങ്ങൾ പറഞ്ഞ ഏത് കോഴ്സും പഠിച്ചെടുക്കാൻ ഞാൻ റെഡി, പക്ഷെ പണിക്കോണം ഞാൻ ഇല്ല. പക്ഷെ അല്ലേ കുറച്ച് കഴിഞ്ഞാലേ പണ്ട് അമ്മ ടീച്ചറല്ലേ, എനിക്ക് കുറച്ചൊരു താവ എവിടെയെങ്കിലും കിട്ടിക്കാണും കുട്ടികളോട് ഒരു ഇമ്പുള്ള. പക്ഷെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരാള് കീഴിൽ നമ്മള് പണിയെടുക്കുമ്പോ സ്വാഭാവികമായിട്ട് അയാൾ പറയണ കേൾക്കേണ്ടി വരും. അത് ശരിയാ. അതെനിക്ക് താല്പര്യം. അത് ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല. അത് നെശ്വ പറഞ്ഞ കാര്യമില്ല. കാരണം അത് ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. അപ്പൊ നമ്മള് സ്കൂളിൽ പഠിപ്പിക്കുന്ന HMമാരൊക്കെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറയും. അത് നമുക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പം അപ്പൊ എന്ത് ചെയ്യണം അറിയോ, പേഴ്സണലായിട്ട് ഹസ്ബൻഡിന് പണിക്കിട്ട് ജീവിക്കും. പക്ഷെ എന്നാലല്ലേ എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹോം ട്യൂഷൻ ഉണ്ട്. അതൊന്നും ഇപ്പൊ എനിക്കൊരു മേലെ ഒരാളുണ്ടാവില്ലല്ലോ. പക്ഷെ എപ്പോഴും ടെറ്റ് എഴുതിയെടുത്തോണ്ടി എല്ലാം എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യാ, നമ്മളെ ഇഷ്ടത്തിന് നടക്കാം. എന്നാലും വലിയ വിഷയം. ഇവള് കറക്റ്റ് ഇമ്മച്ചിയാണ്. ഇമ്മച്ചി ഫാർമസി കഴിഞ്ഞാണ്. B.Pharm M.Pharm എന്തൊക്കെയോ അമ്മച്ചി കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് ഫാർമസിസ്റ്റ് ആയിട്ട് ഇമ്മച്ചി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ അതേപോലെ ഇപ്പച്ചി കെട്ടി കഴിഞ്ഞപ്പം ഇപ്പച്ചി ടീച്ചറായിനി. കറക്റ്റ് ഇപ്പച്ചിന്റെ ഇമ്മച്ചിന്റെ ജീവിത രീതിയാണ്. കാര്യം ഇമ്മച്ചിക്ക് ഓൾറെഡി ഫാർമസി ഉണ്ട്. അപ്പം ഇപ്പച്ചി അങ്ങോട്ട് കെട്ടി, ഇപ്പച്ചി ടീച്ചറായിനി. അപ്പൊ ബാസിലാണ്ട് കെട്ടി, ബാസിലെ ടീച്ചറാണ്. അപ്പൊ ഇവൽക്കുണ്ട് ഈ ടീച്ചർമാർക്കുള്ള ഒരു സ്വഭാവമാണ് അവനാന്റെ കുടുംബത്തിലുള്ള എല്ലാവരും പിടിച്ച് ടീച്ചറാക്കുക. അതാണ് എന്റെ പിന്നൊക്കെ എന്നോട് ചെയ്തത്. എന്റെ അമ്മ ടീച്ചറാണ്, അമ്മോന്റെ പെണ്ണുങ്ങൾ ടീച്ചറാണ്, ഇമ്മമ്മ ടീച്ചറാണ്, ഇമ്മമ്മാന്റെ ഫാമിലിയിലെ കുറെ ആൾക്കാർ ടീച്ചറാണ്. ഫയാസാക്ക ഫാമിലി മൊത്തം നമ്മളെ എന്റെ ആളിയന്റെ പേര് ബാസിലിന്റെ താത്ത, ബാസിലിന്റെ അളിയന് രണ്ടാൾ ഒരു സ്കൂളിൽ ടീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിൽ തന്നെ ഒരുപാട് ഇപ്പൊ താളിപ്പാട സ്കൂള് കൂടിയ റഫലാക്ക, അത് ഈ പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലത്തെ അധ്യാപകരും അവിടെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ സ്കൂളിലത്തെ ചർച്ചകൾ നടക്കാം. ഞങ്ങളുടെ സ്കൂൾ അങ്ങനെ ട്രെയിനിങ്ങിന് പോവാൻ സ്ഥലമില്ല. ഇപ്പൊ എല്ലാം കുടുംബക്കാരാണ്. എവിടെ പോയാലും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ പറ്റുന്ന ഇന്റെ സ്കൂൾ ട്രെയിനിങ് ഇടാൻ. എന്നിട്ട് തന്നെ മൂക്കൊണ്ട് ഈക്ഷ ഇന്ന
അപ്പൊ എനിക്ക് കറക്റ്റ് ട്രെയിനിങ് കിട്ടും. അതാണ് ട്രെയിനിങ് കറക്റ്റ് നമ്മൾ തരും. ബാസിൽ ചെമ്പിന്റെ കൊടുക്കും നേരെ നടന്നാണ്ട് ഉച്ചഭക്ഷണം. പക്ഷെ നമ്മള് സ്കൂൾ ട്രെയിനിങ് എല്ലാം പഠിക്കും കേട്ടോ. കുട്ടികളെ ബസ് കയറ്റാൻ പഠിക്കും, സ്കൂളിൽ ഫുഡ് ഉണ്ടാക്കാൻ കൂടി കൊടുക്കാൻ പഠിക്കും, റോഡ് വിലങ്ങുറിയിക്കാൻ പഠിപ്പിക്കും, ചോറ് വളമ്പാൻ പഠിക്കും, സ്കൂൾ അടിച്ചു വരാൻ പഠിക്കും, സ്കൂളിന്റെ ബാത്റൂം തുടക്കാൻ പഠിക്കും, എല്ലാം പഠിക്കും. ക്ഷമ പഠിക്കും. അല്ല ടീച്ചിങ് ജോബിന് അങ്ങനെ ഒരു പ്രത്യേകത എല്ലാം പഠിക്കും. അപ്പൊ ഇതാണ് പറയാനുള്ളത്. ഞാനൊരു ബ്രേക്ക് എടുക്കാൻ നിൽക്കുകയാണ്. ഞാനും താൽക്കാലിക ബ്രേക്ക് എടുക്കാം ജോബിന്ന്. നിരന്തര ബ്രേക്ക് അല്ല, പിന്നെ ഓൾറെഡി ബ്രേക്ക് ആണ്. ഓൾ ആഗ്രഹം എന്താ ചോദിക്കാ തുറന്നു ഇന്നോട് പറയണം. എന്താണ് ഇന്ന 3 കോഴ്സ് ഇപ്പൊ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത കോഴ്സ് എടുത്തിട്ട് പണിക്ക് പോവാതെ ഹസ്ബൻഡിന്റെ ചെലവില് ജീവിക്കാം. ഹസ്ബൻഡിനെ ഇപ്പോൾ പണിക്ക് വെച്ചില്ലെങ്കിൽ ഞാൻ വിടായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ. ഇതാണ് ഇവിടെ സ്വഭാവം. ഞാൻ പറയുന്നുണ്ട് പഠിക്കുമോ സ്വന്തമായി 4 കാശ് അധ്വാനിക്ക്. പവർഫുൾ ആയിട്ടുള്ള ആളാ. 3 കോഴ്സും അതിന്റെ എലിജിബിലിറ്റീസ് ഫുൾ എടുത്തിട്ടാണ് അടുക്കളയിൽ. ഒരു പവറിലാണ് അടുക്കളയിൽ പോകാം. ഹലോ അപ്പൊ അതാണ് പോവും. ഈ വ്ളോഗിന്റെ അമ്മയാണ് അതുകൊണ്ടോ. അപ്പൊ സൗജ ടീച്ചർ 25ഓളം പേരെ സൗജ 25ഒന്നല്ല കേട്ടോ, 25,000ഓളം പേരുടെ സ്റ്റുഡൻസ് ആണ് വന്നത് കമന്റ് ബോക്സിൽ. തലമുറകളായി പഠിപ്പിച്ചു പോകുന്നതല്ലേ. 1,000-1,500 കമന്റ് സൗജ ടീച്ചറെ പേരിൽ വന്നത്. ഞാൻ പറഞ്ഞ എല്ലാ വ്ളോഗിലും എന്റെ അമ്മയുടെ പേര്. മഞ്ചേരി അങ്ങാടി പോയി നമ്മൾ ഏത് ഓട്ടോറിക്ഷ കയറിയാലും കുട്ടി സൗജ ടീച്ചറെ കുട്ടിയല്ലേ എന്റെ ഇമ്മ പഠിപ്പിച്ചതാണ് അറിയും. മോനെ ഞാനൊക്കെ അനുഭവിച്ചു എനിക്കറിയാം. അതായത് ഉണ്ടല്ലോ 1ാം ക്ലാസ് മുതൽ, അതായത് എന്റെ വാപ്പ സബ് ജില്ലയിൽ തന്നെ പരിപാടി എല്ലാത്തിലും ഉണ്ടാവും. അപ്പച്ചി കലോത്സവത്തിലുണ്ടാവും, സബ് ജില്ലാ സ്പോർട്സിലുണ്ടാവും, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടാവും, NSS ലുണ്ടാവും, എല്ലാത്തിലും എന്റെ വാപ്പ ഉണ്ടാവും. എന്റെ വാപ്പ കയ്യിൽ കുത്താത്ത മേഖലകളില്ല. പരീക്ഷാ ഭവനിൽ പോയാൽ അവിടെ ഉണ്ടാവും. എന്നാൽ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ BRCയിലും ഉണ്ടാവും. ഇനി മറ്റേ ഇവിടേക്ക് പോയാലും എന്താ പറയാ, മറ്റേ റവന്യൂ അല്ല ഒരു ഓഫീസ് ഉണ്ടല്ലോ നമ്മളെ ഡയറ്റ് അല്ല, ഇവിടെയൊക്കെ പോയാല് നമ്മളെ ശമ്പളമൊക്കെ പാസ്സായി പോകുന്ന ഏരിയ എന്താ പറയാ, ട്രഷറി പോയാൽ അവിടെ ഉണ്ടാവും. എല്ലാ മേഖലയിലും ഇപ്പാക്ക് എന്ത് ചെയ്യും, ഒരു ഹോൾഡ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ എവിടെ പോയാലും സിദ്ദിഖ് സമാശ ചേർക്കാനല്ലേ അവിടെ ലോക്കായി. എവിടെ പോയ സിദ്ദിഖ് സമാശ ചേർക്കാനല്ലേ. പക്ഷെ ഞാൻ ബുദ്ധി കളിച്ച് ഞാൻ 4ാം ക്ലാസ് വരെ മഞ്ചേരി പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മലപ്പുറത്ത് സ്കൂളിൽ പോയി. ഞങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലേ, ഞങ്ങള് വാപ്പാരും കൊണ്ടുപോയിട്ടെടുത്ത് മാത്രം പഠിച്ചു. അല്ല എന്റെ ശല്യം സഹിക്കാൻ വയ്യാനിട്ട് ഞാൻ പഠിക്കൂല എന്ന് വിചാരിച്ചിട്ട് 5ാം ക്ലാസ്സിന് വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്. 5ിലല്ലേ ഹിന്ദി തുടങ്ങണത്. ഇവന് 2 അടി ഏറെ ഇനിപ്പച്ചിനടുത്ത് ആദ്യം ഇവനെ കിട്ടാറ്. ഇവക്കുള്ളത് ഇവക്ക് എനിക്ക് വിശാരദും പൂർവ്വ വിശാരദൊക്കെ അല്ലേ. എനിക്ക് ഹൈസ്കൂൾ വരെ ഉള്ളതുണ്ട്. ചില്ലറക്കാരല്ലേ ബസ്സിലെ ഒരേ സമയം ഒപ്റ്റോമെട്രി തെറാപ്പിസ്റ്റ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ് നഷ്ബ ഒരേ സമയം. അതുപോലെ തന്നെ ഹൈസ്കൂൾ വരെയുള്ള സ്റ്റുഡൻസിന് ഹിന്ദി വിദ്യാഭ്യാസം പകർന്നു നൽകാൻ കേൾപ്പുള്ള ഒരു യുവതിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ DLED പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. LP UP വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള സർട്ടിഫിക്കേഷൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഫുള്ളാവില്ല. നമ്മളാണ് അത് കുളം തോണ്ടി ആ കോഴ്സ് ഈ കോലത്തിലാക്കിയത്. ആ കോഴ്സിനെ കുറിച്ച് ആർക്കും അറിയില്ല. DLED ടീച്ചർമാരെ മക്കൾക്കൊക്കെ അറിയാം, ടീച്ചർമാർക്ക് അറിയാം ഓരോ മക്കളെ ഇതിങ്ങനെ വിടും. DLEDന് വലിയ അഡ്മിഷൻ ഇല്ലാത്തൊരു കാലം തിരക്കില്ലാത്ത കാലം. ആളെ തെരഞ്ഞു പിടിച്ച അഡ്മിഷൻ ശേഷമാണ് 19 20 നമ്മൾ വലിയ ആൾക്കാരെ വയ്ക്കുക. അനക്ക് എത്ര വയസ്സ്? 18. എന്താ പണി? ഗവൺമെന്റ് ജോബ്. അതില് വാസിലും അനക്കെന്താ പണി? എന്താ പണി? ഗവൺമെന്റ് ജോബ്. അപ്പൊ എല്ലാവരും നമ്മളോട് എല്ലാ Q&Aയിലും അതുപോലെ നമ്മളെ ഒരു പിന്നെ നമ്മളെ ഏത് ഫംഗ്ഷന് പോലും നമ്മളോട് ആൾക്കാർ നിങ്ങൾ എങ്ങനെ ടീച്ചറായി. അപ്പൊ നമ്മൾ ഈ സാധനം പകർന്നു നൽകി ആൾക്കാർക്ക് മനസ്സിലായി. DLED എടുത്ത് പഠിച്ച് ടെറ്റ് പാസ്സായി ടീച്ചർ ആവാന്നുള്ളൊരു ബുദ്ധി ആൾക്കാർക്ക് കിട്ടി. ഇപ്പൊ ആ കോഴ്സിൽ ഇരിക്കാൻ സ്ഥലമല്ല, ഫീസും ഭയങ്കര ഡൊണേഷനും കാര്യങ്ങളൊക്കെ പേരും ഫീസും. നമ്മളന്ന് 18,000 റുപ്യക്കാണ് മൊത്തം കോഴ്സ്. ക്യാമ്പും ട്രിപ്പും എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ട്രിപ്പിന് ക്യാമ്പിനൊന്നും ഞങ്ങൾക്ക് പൈസ. ഇപ്പൊ ക്യാമ്പിനടക്കം പൈസ. ഇപ്പൊ DLED ഒരു ബിസിനസ് ആയി, ബിസിനസ് സംരംഭം. എഡ്യൂക്കേഷൻ ഫീൽഡിന്റെ ബിസിനസ് ആണ്. ഇതൊക്കെ അതിൽ പെട്ട് DLED അതിൽ അത്ര അല്ലേ ഇനി, പക്ഷെ പ്രാവശ്യം പെട്ടു. അപ്പൊ മിക്കിന്റെ പന്തൽ ഇതാ പൗതിക്കൽ നിന്നും മുഴുവൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് ഫേസ്, ഒരു ഫേസ് ലിഫ്റ്റ് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് മിക്കി. എടാ ഇതുപോലെ ഞാൻ ആലോചിച്ചോക്ക് ഈ നേരത്ത് സ്റ്റാപ്ലർ അടിക്കണം അല്ലേ.
ഇതിന്റെ മേലെ കൂടെ ഇനി ഒരു ഇത് കൂടി വരില്ലേ ആ ഒരു റെഡ് ഷീറ്റ് വരും. അല്ലേ നമുക്ക് നമ്മളെ ഫീൽഡിൽ വെക്കേഷൻ മുതല് കാര്യങ്ങൾ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇറങ്ങി രക്ഷപ്പെട്ടോ. അല്ലല്ല എനിക്ക് ഞാൻ വെക്കേഷൻ ഇത് ജിമ്മിന്റെ പോണല്ലടാ. എന്റെ ഇപ്പം ക്യാമറ ഫീൽഡിൽ നിന്നെ സ്കൂൾ പൂട്ട് കഴിഞ്ഞാൽ ഇവന്റ് ഫീൽഡിലേക്കാണ് ഇറങ്ങണത്. ആണോ? അല്ല വർക്ക് തെറ്റാ 5, 8, 12 15 ഒക്കെ വർക്ക് അങ്ങനത്തെ പണിക്ക് പോകാൻ താല്പര്യം. നമ്മളെ ലോകറി കഴിഞ്ഞു. എന്നാ ഇജ്ജ് സ്വന്തമായിട്ട് ഇവന്റെ ഒപ്പം പോയിക്കോ. ഇവന്റെ ജിമ്മിന്റെ ഒപ്പം പോയിക്കോ, എന്നാ 4 പൈസ ചില്ലറാണ്. ഇപ്പൊ വെച്ചാല് നാട്ടുകാരത്തിന് അടി ഷെയർ ചെയ്ത് വേണ്ടി കയ്യിലെ പോണ ഇവന്റെ അടി കൂടി ആർക്ക് കിട്ടും. നമ്മളിതൊക്കെ സെറ്റാക്കിട്ടോ നമ്മളിതൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കാര്യത്തിലാട്ടോ വെറുതെ പറയണ കാര്യത്തിലാ. മാമൻ തുടങ്ങിയല്ലേ event logo concept and logo design for Awas events and Katnas AZ. എന്താ ഒന്ന് തൊപ്പി ഒന്ന് വീഡിയോ ഒന്ന് അതാ ഒന്ന് തൊപ്പി ഒന്ന് വീഡിയോക്ക് ഒന്ന് ലോഗോ വീഡിയോ ഒക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ എന്താണ് പറയാ നമ്മളെന്നെ ഞാൻ തന്നെ സ്വന്തം ചെയ്തോണ്ടി. സ്വന്തം തന്നെ ആദർശം ഒന്നുമില്ല ആദർശം ഉണ്ട് ഉണ്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേറെ എഡിറ്ററും. കാലത്തൊക്കെ വേണ്ട ആൾക്കാരെ പൈസ അയച്ചു കൊടുത്തല്ലോ കേട്ടോ. എന്താണ് എന്താണ് കടി നമ്മളെ കടികള് ഓക്കെ. അല്ല കടികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. ഏത് എല്ലാം മുറിച്ച് സെറ്റ് ആക്കിക്കണം. അപ്പൊ മുർഷിയാണ് ഈ റിസോർട്ടിന്റെ നെടുന്തൂൺ എടുത്തു വരാനാണ്. താളിപ്പാട സ്കൂള് പിടിച്ചു നിർത്തുന്ന ആൾക്കാരിൽ ഒരാളാണ് മുർഷി. മുർഷി വ്ളോഗൊന്നും കാണില്ല, പക്ഷെ ഇത് മുർഷി കാണും. അതിനാണ് ഞാൻ ഇത് പറയണത്. മുറിച്ച് പണ്ടത്തെ മുറിച്ച് അതേപോലെ തന്നെ ഒന്നും ആണോ? ന്യൂട്ടർ ഒരു മാറ്റമില്ല, ന്യൂട്രായി നിൽക്കും എല്ലായിടത്തും. ന്യൂട്രർ മുർഷി ആണ്. അല്ല ഹലോ നജ്മൻ എടുത്താ? ആ അടുത്തടുത്ത് എവിടെത്തി? അരമണിക്കൂർ കാണിക്കണ. ആ ഓക്കെ സൈക്കോ കൊഴപ്പല്ല. CNG അടിച്ചിനാ? CNG ഉണ്ടതില്ലേ? എത്ര? മൂന്നട്ട അത് ഫുള്ളായി കളി. എവിടുന്ന? എടക്കര പമ്പിലുണ്ട് CNG, ചന്തക്കുന്ന് പമ്പിലുണ്ട് CNG. ഓക്കെ നമ്മള് ഇടക്കിടക്ക് അല്ലേ ചാടുക? നജ്മന്റെ സാധനങ്ങൾ കുക്ക് ചെയ്തതാണോ ചോക്ക്? എജ്മെന്റ് കുക്ക് ചെയ്താണോന്ന് സാധനം? ആണ് കുക്ക് ചെയ്തതാണ്. ആ ഓക്കെ അപ്പൊ സീനില്ല. ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ പരിപാടികൾക്ക് ആവശ്യമായ നമ്മളെ നോമ്പ് തുറവിക്ക് ആവശ്യമായ പന്തലുകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഉള്ളിൽ ഓരോരുത്തർ ഇന്ന് ഓരോ ലേഡീസ് ഓരോ ഡിഷ് ഉണ്ടാക്കണം കേട്ടോ. ലിസ്റ്റ് ഉണ്ട്. ലിയ ചിക്കൻ പൊട്ടി തെറിച്ചത്, ഇഫ്ര ചിക്കൻ ഡോണറ്റ് അല്ലടാ, ചിക്കൻ ഡോണറ്റ് അതെവിടെ? ഇഫ്ര നിർമ്മിക്കുന്ന ചിക്കൻ ഡോണറ്റ്. അതുപോലെ തന്നെ നജ്മ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ്, നഷ്വ ഉണ്ടാക്കുന്ന സമൂസ, ഹർഷ പാത്തു ബൽ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി സംഭവങ്ങൾ. അത് മിക്കവാറും ഇന്ന് ഇശാ ബാങ്ക് കൊടുത്തിട്ട് തറാവി കഴിഞ്ഞ് തിന്നാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓല് പുറപ്പെട്ടിട്ടില്ല. പാത്തും ഇപ്പത്തൊക്കെ ഓലെ എത്തണുള്ളൂ. ബാസിലെ നമ്മളെ ഏൽപ്പിച്ച 25ഓളം പേർക്ക് വരുന്ന ചോറ് എപ്പെത്തും? അത് മുത്തായി ഞാനല്ലേ ഏറ്റിക്കണേ വന്നിരിക്കും. കൊണ്ടാട്ടം അക്കജ് പറഞ്ഞ സാധനം ഫുള്ളായിട്ടുണ്ടാവും. ഇവിടേക്ക് കൊണ്ടാട്ടം. അഡ്വാൻസോ കൊടുക്കാം. ആ ഞാൻ അയച്ചു കൊടുക്കാം. എന്തായി ഇഫ്രയുടെ ചിക്കൻ ഡോണറ്റ്? ഓ ഇഫ്ര കൊണ്ടുവന്നിരിക്കുന്നു ചിക്കൻ ഡോണറ്റ് വീട്ടിൽ നിന്നും. അല്ല ഇന്ന് ഡാറ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനും ജിം തന്നെയാണ്. ഞാനും ജിമ്മിൽ തന്നെയല്ലേ. ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടാക്കിയല്ലോ. ആയിക്കോട്ടെ പെട്ടു കുടിക്കി. ആ ഓക്കെ ഓക്കെ ഇടയിലൊന്നും പ്രശ്നമുണ്ടോ? നല്ല പണം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഉണ്ടാക്കിയ സമൂസ ഇവിടെ റെഡിയാണ്. ഇഫ്ര ഉണ്ടാക്കിയ ചിക്കൻ ഡോണറ്റ് അവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ലിയ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇത് ലൈവാണ്. ലിയ കുക്ക് ചെയ്യാന്ന് പറയുന്നത്. ലിയ പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം. സോറി ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയി പോയി. സംഭവം ഓഫീസിൽ മറ്റേ ഫുള്ളാക്കിയില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാൻ വാങ്ങിക്കൊടുത്തു. ബാക്കി ഞാൻ എന്താണ് ഡാറ്റ അനലിസ്റ്റ്? അത് പറയണ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാണ്. ചില്ലറക്കാരല്ല. എല്ലാവർക്കും ഒരു വിചാരം നമ്മളില്ലേ വിദ്യാഭ്യാസം കുറവുള്ള ടീമാണെന്ന് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. അത് മാറണം. ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മമ്പാട് കോളേജിൽ ഇതാ ഡിഗ്രി അല്ലേ, ഡിഗ്രി പഠിച്ചോണ്ടിരിക്കാണ്. മമ്പാട് കോളേജിൽ സ്റ്റുഡൻസ് ആണ്. എന്താണ് പാണ്ടിപ്പടലല്ലേ നമ്മളപ്പോ പഠിച്ചേക്കണ്ട്. What's going on here? What is your because?
മേക്കപ്പ് ട്രെൻഡ് വിളിക്കണ്ട്. എടുത്തോക്ക്. ഹലോ എടാ ആയോ ആയോ റെഡേ ഇവിടെ ലൊക്കേഷൻ അയക്കാൻ എത്തില്ല. അല്ല വൈഫൈ കണക്ട് ചെയ്യൂ. ആ ലോഡഡ് ഫ്രൈസ് ആയാ കേട്ടോ ലോഡർ പ്രൈസ് ആക്കാൻ ഇവള് കണ്ടല്ലോ പറഞ്ഞ കഴിഞ്ഞ ഒറ്റ പോവാ. മറ്റേ ഒരു വീട്ടിലല്ലേ? ഇതാ പോകണ്ടുള്ളൂ. എവിടെ ആ ഓക്കെ ഈ ലാസ്റ്റ് അവൾക്ക് ഫ്ലിപ്കാർട്ട് എടുത്തപ്പോ നോക്ക് അച്ചുവിന്റെ ഫ്ലിപ്കാർട്ടാട്ടത് ടെറ്റ് പ്രൊഡക്റ്റ് തത്തമ്മന്റെ ഊഞ്ഞാല്, തത്തമ്മന്റെ റിങ്, തത്തമ്മന്റെ മുത്ത്, തത്തമ്മന്റെ മറ്റേ പരിശീലനം കൊടുക്കണ വടി, തത്തമ്മന്റെ കമ്പ്, മറ്റേ മറ്റേ തത്തമ്മന്റെ തബല്, തത്തമ്മന്റെ ജീനി കയറി. ഹാൻഡ് ഫീഡിങ്, തത്തമ്മ കൊടുക്കാൻ പറ്റിയ എലിതാ, ആ ഒന്ന് വാങ്ങണം. എലിന്റെ യോ ക്രൂരത ഉണ്ടതൊക്കെ. അല്ല അത് തത്തമ്മക്കും എലിക്കും കൊടുക്കാനാണ്. എന്താണ് നെട്ടിക്കുളം കോളേജിലോ? അടിച്ചു എന്റെ ഫോണ്. അപ്പൊ സുഹൃത്തുക്കളെ ഇനി ഓരോരുത്തരായിട്ട് വരാനുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കിഡിലം വ്ളോഗാണ്. ഞാനും ബാസിലും സംഘടിപ്പിക്കുന്ന വൻ നോമ്പ് തുറവിയാണ് നിങ്ങളെല്ലാവരും ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ജ്യൂസ് തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഐസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു സ്പാൻഡറും അങ്ങനെ അടിക്കലടാ, തെറിക്കാതെ അടിക്കി. ഒറ്റയടിക്ക് ഇതൊന്നും ആവില്ല. അതാ പറഞ്ഞതേ ഒറ്റ കുത്ത് കൈ കൊണ്ട് ഇത് കാണിച്ചു കൊടുക്ക്. കൈ മാറ്റി ഐസ് ഒറ്റയ്ക്ക് പൊട്ടിക്കാൻ കേട്ടോ. അത് പൊട്ടിക്കണ്ടേ? ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. അതെന്താ മറ്റേ ഇത് ഐസ്ക്രീമോ? എറിയില്ലടാ. അല്ല ഒരു ക്യൂബ് കൂടി പൊട്ടിച്ചാലോ? ഞാൻ കരുതി ആ ജ്യൂസ് തന്നെ ഉള്ളൂന്ന്. ഇടയില് കുടുങ്ങാൻ വേണ്ടിട്ട് മുറി ബാസിലെ വലിയ കോമഡി എന്താ വെച്ചാലേ ഞാനും ബാസിലും എല്ലാം സെറ്റ് ചെയ്തു. പന്തല് സെറ്റ് ചെയ്തു, റിസോർട്ട് സെറ്റ് ചെയ്തു, കടികൾ സെറ്റ് ചെയ്തു, ഫുഡ് സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. കാരക്കും ഫ്രൂട്ട്സും വാങ്ങാൻ പറഞ്ഞു. ഇവിടെ കട്ട് ചെയ്ത് കിട്ടും. ഇനി അല്ല നമുക്ക് വാങ്ങിക്കോട്ടെ, കട്ട് ചെയ്യാം, കുഴപ്പമില്ല. എന്നല്ലേ കുറച്ച് പൈനാപ്പിളും ബത്തക്കും വാങ്ങിക്കോ. അത് മാത്രം പോരെ? അത് മതി. പൈനാപ്പിൾ ബത്തക്കും പിന്നെ കാരക്കും വാങ്ങല്ലേ? അല്ല കാരക്ക വീട്ടിലുണ്ട്. ഇനി ഒരു പോയിട്ടുണ്ടാവില്ലേ? ഇല്ല അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ പൈനാപ്പിൾ ബത്തക്കും വാങ്ങിയിട്ടേ. കട്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങൾ കട്ട് ചെയ്തോണ്ട് അതൊക്കെ ഞങ്ങൾ കൊടുത്തോണ്ട് നിങ്ങൾ കടി മാത്രം ഉണ്ടാക്കി തന്നാണ്. അടക്കിടക്ക് ഇതിക്ക് ഞാൻ വെള്ളം പോരണേ. എനിക്ക് അതല്ലേ എന്ത് ബിഎഡിന്റെ ടീച്ചറാ. ഇവനും നേരത്തെ പറയാൻ പെട്ടൊരു അധ്യാപകനാട്ടോ. ഇങ്ങനത്തെ അധ്യാപകരുണ്ട് സമൂഹത്തിൽ. വെള്ളം ഒഴിച്ചാൽ കുറച്ച് നല്ലതാണ്. ഞങ്ങൾ പോയിട്ടോ. അപ്പം നബീലൊക്കെ പറഞ്ഞാല് എന്താവശ്യങ്ങൾക്കും നമുക്കില്ലേ എന്താവശ്യം പറഞ്ഞാലും അത് ആ ടൈമിൽ ചെയ്തു തരുന്ന കൂട്ടത്തിൽപ്പെട്ട യുവാക്കളാണ് കേട്ടോ. ഈ അവസാന നേരത്തും നമ്മൾ ഐസ് ക്യൂബ് ആണെന്ന് പറഞ്ഞപ്പോൾ സ്കൂട്ടിയിൽ പോയി കൊടുന്നു. അതൊക്കെ വലുതാക്കി പറയാം. ചെറിയ പരിപാടിയാണെങ്കിലും എങ്ങനെയാലും പെണ്ണിട്ടിക്കോട്ടെ എന്നൊക്കെ കുറെ ഫാമിലീസ് വ്ളോഗ് ആണ്. തീരന്റെ ആ ഫ്രെയിം നോക്ക്, സൺലൈറ്റ് അടിക്കണേ. ഹെവി എന്താണ് രാത്രി പറയുള്ളൂ. രാത്രി ഒരു കാഴ്ച കിട്ടാണ്ട്. പക്ഷെ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരു 4 ടച്ചൊക്കെ അല്ലെ 2 ടച്ചൊക്കെ. അതൊക്കെ മനസ്സിലായി. സൺസെറ്റ് സൺറൈസും കിട്ടണ ഒരേ ഒരു റിസോർട്ട്, റിസോർട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പേര് അവിടെ കൊടുത്തത്. അതായത് സൺലൈറ്റ് വരുന്ന ഭാഗം നമ്മള് പ്രത്യേകം മെഷർ ചെയ്തിട്ട് അവിടെ തന്നെ ബ്രാൻഡ് പിച്ച് ചെയ്തു, ബ്രാൻഡ് നെയിം കൊടുത്തു. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ വന്നതാണ്. വാങ്ങണ്ടേ ഫ്രൂട്ട്സ് 25 ആക്കുള്ള പേരേക്കുള്ളല്ല. രണ്ടോ നമ്മളെ വരിയിൽ പോലുണ്ട് 2. പക്ഷെ നമ്മളെ വരിൽ 17 ആളുണ്ടാവുന്നുണ്ടല്ലേ. അപ്പൊ ഒരു 4 വത്തക്ക. 4 വേണ്ട. ഞാൻ അറിയാൻ വേണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 വത്തക്ക അത് ഇഷ്ടം പോലെ ഉണ്ടോ മുത്തേ? വത്തക്ക മാത്രല്ലല്ലോ പിന്നെന്താണ്? അല്ല പ്ലേറ്റ് ഉണ്ടോ ഇവന്റില്?
പ്ലേറ്റ് ഇല്ലല്ലേ? ഞാൻ കുറച്ച് പേപ്പർ പ്ലേറ്റ് വാങ്ങാം, പേപ്പർ പ്ലേറ്റ് വാങ്ങാം. അല്ല ഞാൻ പറയട്ടെ, അപ്പൊ ഒരു പ്ലേറ്റ് കൊണ്ട് മറ്റൊരു സെറാമിക്കിന്റെ പ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. എവിടെ ഉണ്ട്? എവിടെയാണ് ഫുഡ് വിളമ്പല്ലേ? ഫുഡ് വിളമ്പാല്ലേ? എന്നല്ല, ചെറിയ പ്ലേറ്റ് ഇല്ലേ, കാരക്ക കടികൾ വെക്കാനുള്ള ചെറിയ പ്ലേറ്റ് ഇല്ലേ, അതൊരു 25 പ്ലേറ്റ് വലുതും കുറച്ച് ചെറുതിന് വലുതും വാങ്ങിക്കോ. അപ്പൊ ജ്യൂസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഹായ്, ഫുൾ ചിൽഡ് ജ്യൂസ് ആട്ടോ കൊടുക്കണേ. ചില്ല് ചെയ്ത് കൊടുക്കും ജ്യൂസ്, ചില്ലാക്സ് ജ്യൂസ്. ഒരു മുറുക്ക് കുടിച്ചോ? എന്തായി? അപ്പൊ ഇതാ ഞങ്ങളുടെ ചിക്കൻ പൊട്ടിത്തെറി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ക്ഷമൊക്കെ നശിച്ചു വരുന്നുണ്ട്, കൊറേ നേരം ഇത് ക്ഷമമാണോ? സമയം എടുക്കും. ഇത് ഫുള്ളോ? ഞാൻ ഇപ്പൊ ഉമ്മാനെ വിളിക്കട്ടെ വേണ്ട, ടൈമിൽ ബിസി ആവുന്നു. അപ്പൊ ചിക്കൻ പൊട്ടിത്തെറിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. അല്ല ചുട്ട് വേണം കേട്ടോ. ഇന്നാണ് കുറവ്, ഫ്രൂട്ട്സിനാണ് പോയി. ഭാഗ്യത്തിന് ഇവളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവളില്ലെങ്കിൽ ഇന്ന് ബത്തക്ക വാങ്ങേണ്ടതും കാരക്ക് വാങ്ങേണ്ടതും പൈനാപ്പിൾ വേണ്ടതും ഞങ്ങൾക്ക് അറിയില്ല. ഇനി ഇജ പറഞ്ഞേ ഇതുണ്ടോ ചോദിച്ചു പഠിച്ചോനെ. അപ്പം ഇത് തീറ്റന്റെ ഒരു കാര്യം വന്നാൽ ഇവലെന്നെ വരണം. ഞാൻ കണ്ടുട്ടി എന്റെ പ്ലേറ്റ് ആരും മോശല്ല. ചിക്കൻ പൊട്ടിത്തെറി കേട്ടോ. എന്തേ ഒരു ടീച്ചറല്ലേ, ആ ബുദ്ധി ഉപയോഗിക്ക്. അവസാനം നെട്ടിക്കുളം സ്കൂളിലെ ടീച്ചർ തന്നെ വേണ്ടി വന്നു ഈ ബുദ്ധി പറഞ്ഞുതരാൻ. ആയിക്കോട്ടെ. നെട്ടിക്കുളം ഓളെ സ്കൂളാണ്. നെട്ടിക്കുളം ജവഹർ ഭാരതി TTA, ജവഹർ ഭാരതി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ. ആ കുട്ടികളല്ലേ. ചെറുക്കന്മാരെ പശുവിനെ തട്ടിയാ പോയാല് പേരും അടി അടിയ. ഇമ്മേ എടാ എന്തിനാ കൊല്ലണ പോലെ? ഇമ്മേ ഇല്ലടാ, മീനെറിഞ്ഞു പിടിച്ചേക്കാറ് ഇങ്ങനെ. എടാ ചെക്കന്മാരെ പശുവിനെ തട്ടിയോന്ന് അച്ചോ? ചെക്കന്മാരെ ഒരു പശു ബാക്കിണ്ടായിരുന്നു, എന്നെ തട്ടിയോന്ന്. രാജമാണിക്യത്തൊക്കെ സീന് കല്ലെടുത്ത് എറിയുന്ന കുട്ടികള്. കാര്യം മക്കളെ മണി 10:30. എടാ ഒന്നും ആയിട്ടില്ലല്ലോ, പീഡിത്ത സാധനങ്ങൾ അതേപോലെ ഉണ്ടല്ലോ. ഉണ്ടാക്കണ്ടേ? എയർ ഫ്രയർ കൊണ്ടുവന്നാ? ഓ വീട്ടിൽ എയർ ഫ്രയർ എടുത്തിതാ വന്നിരിക്കുന്നു. ഡ്രഡ് അവർകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഫുള്ള് എയർ ഫ്രയറോട് വന്നിട്ടോ. കമ്പനി വാട്സാപ്പ് എന്താ ബില്ലുള്ളത്? എന്തൊക്കെയുള്ള അല്ല നിങ്ങളെ പേഴ്സണൽ ബില്ല് നിങ്ങൾ എടുക്കണം. അത് ശരി. തലമുടക്കാണ് കിട്ടും. മറ്റേന്റെ ബില്ല് കുറെ ഉണ്ട്. കിച്ചണതാ വേറെ വിളി. കൂടിക്കൊടുക്കേ എന്റെ അതേ ടീഷർട്ട് തന്നെ ഞാനെടുത്ത് ഇതന്നെ ഞാനെടുത്ത്. എയർ ഫ്രയർ മച്ചി കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രഡുവിന്റെ തട്ടിക്കൂട്ട് ലോഡഡ് ഫ്രൈസ്. അപ്പൊ ഇന്ന് തനത് നാടൻ ഡിഷുകൾക്കിടയിലൂടെ ഒരു മോഡേൺ ഡിഷ് കൊണ്ടുവന്നിരുന്നുണ്ട്, ലോഡഡ് ഫ്രൈസ്. മിക്കത വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. അപ്പൊ വർക്കേഴ്സ് കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അവർക്കുള്ള വെള്ളത്തിനും കാര്യങ്ങൾക്കാണ്. കോമ്പറ്റീഷൻ ഒന്നുമില്ല, വേണ്ടാക്കിക്കോ. ഇത് കോമ്പറ്റീഷൻ ആയണ്ടല്ലോ, തറാവിക്ക് ആ കട്ടിയ കേട്ടോ. പ്രത്യേകിച്ച് നമ്മളാണ് പ്രശ്നമില്ല. പോയോടുന്നേ മനസ്സിലാവില്ല. അവിടെ പശുക്കളെയും അരണ്യത്തിനൊന്നും ഇപ്പൊ കാണില്ല. നേരത്തെ എല്ലാം ഉണ്ട്. എനിക്ക് ചെറുക്കന്മാര് പേര് അറിയുന്നു. ഇത് പൊരിക്കാനുള്ളൂ. ഇത് ഓൾറെഡി ആയിട്ടോ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. നെജ്മന്റി കുക്ക്ഡ് ആണ്. പറ്റും.
നജ്മിന് മുന്നേ സമൂസ എത്തിയോ? നെജ്മ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട്. ഇത്ര ഡെഡിക്കേഷനോ? ഇത് ഇഫ്ര ഉണ്ടാക്കി, ഇത് നഷ്മ ഉണ്ടാക്കിയത്. ഇനി നെജ്മ ഉണ്ടാക്കിയുണ്ട്. ലിയ ഉണ്ടാക്കണത് അവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ബ്രെഡ് ഉണ്ടാക്കുന്നത് അടുക്കളയിൽ ബ്രെഡ് പണികൾ തുടങ്ങിയിരിക്കുന്നു. ലോഡഡ് ഫ്രൈസ്, ഫ്രിഡ്ജ് ഫ്രീയാ, തണുപ്പിട്ടിട്ടുള്ളൂ വാസില. അതാ സാധനങ്ങൾ എടുക്കണ്ടേ? ജുംബലക്ക് ആയാശേ ഇതെന്താ? ഇതൊക്കെ പെരത്തിയാണല്ലോ. അല്ല, ഇതൊക്കെ പെരത്തിയാ. ഇതൊക്കെ പെരയില് കണ്ട പോലത്തെ. അല്ല, അമ്മ ചിപ്പിച്ച് എപ്പോഴാ വരും പറഞ്ഞോ? ആ ടൈം ഉണ്ട് അവിടുന്ന്. അല്ല, എന്നിട്ട് ഇപ്പൊ ചിമ്മച്ചിയോ? അഫിപ്പ കട്ടായി ഇറങ്ങിയിരിക്കണേ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് അവർകൾ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാകുന്നത് കാണാം. വർക്ക് ചെയ്യും. ഇല്ലല്ല, അത് ഒറ്റടിക്കണോ? പെരി പെരി മിക്സ് ഒക്കെ കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറാവുന്നത് കാണാം. ബത്തക്കും പൈനാപ്പിളൊക്കെ വാങ്ങാൻ വിട്ടീനി. ഞങ്ങള് ഫുഡ് ഏൽപ്പിച്ചു, ബീഫ് ഏൽപ്പിച്ചു, എല്ലാം ഏൽപ്പിച്ചു. ഫ്രൂട്ട്സ് മാത്രം മറന്നുപോയി. വാങ്ങാൻ പോയിക്കണ്. ഓലാണ്ട് പോയത്. ജ്യൂസും എല്ലാം ഏൽപ്പിച്ചു. അപ്പം ഈ സൈഡിൽ പൊട്ടിത്തെറി പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം എന്തായാലും നടക്കാൻ പോകുന്നത് ഒരു വലിയ പൂരം തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ നോമ്പ് തുറവി ഞാൻ ആദ്യമായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ നോമ്പ് തുറവി ഹോസ്റ്റ് ചെയ്യണതിൽ ഞാനും ബാസിലും പേഴ്സണലി വെരി ഹാപ്പി. കഴിഞ്ഞ നോമ്പിന് ഒരൊറ്റ പെൺകുട്ടികളില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ ഒറ്റ കൊല്ലത്തില് അന്റിയും ബാസിലും ഷാനുന്റെയും കഴിഞ്ഞേ. അല്ലല്ല, പക്ഷെ കഴിഞ്ഞ നോമ്പ് ഇങ്ങനെ ബാസിൽ കഴിഞ്ഞ നോമ്പിൽ എങ്ങോട്ടോ പോയിക്കണോ? തായ്ലൻഡിക്കൊന്നും പോയിട്ടോ നമ്മളെ മാസത്തില്. ശരിയാക്കൂട്ടോ. അപ്പം വിഭവ സമൃദ്ധമാണ് ഈ ഒരു നോമ്പ് തുറട്ടോ. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചെക്കന്മാരെല്ലാവരും നമ്മളൊരു ഫുൾ അടുത്ത നോമ്പിന് എന്ത്? അടുത്ത നോമ്പിന് എല്ലാരും ഇതേപോലെ കൂടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഐ എം സോ ഹാപ്പി ഈ ഒരു നോമ്പ് തുറ വെച്ചിട്ട്. കാരണം ഒരു ഫാമിലി പോലെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അർബാനിയ വാങ്ങിയത്. എല്ലാവരും എല്ലാ കുടക്കയിലും കിട്ടാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇരട്ടകൾ വെച്ചിട്ട് എല്ലാവരും എടുക്കൽ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇനി പോകാനുള്ള കുറേ ട്രിപ്പിൻ്റെയും അതിൻ്റെയൊക്കെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണിത്. ഞാനൊരു സൗണ്ട് ഉണ്ടാക്കി ആഫ്രിക്കക്കാരൻ്റെ 25. അല്ല, ഇത് ഫുൾ ഉണ്ടാക്കിക്കോ. ചിങ്ക ചിക്ക ചിങ്ക ചിക്ക ചിങ്ക ചിക്ക ചിങ്ക. ബോർഡ് അടുപ്പിച്ചിട്ടില്ല. ഇല്ലല്ല, ക്യാരം ബോർഡ് ഒന്നുമില്ല. ആ, മേലുണ്ട്. എങ്ങനെ ഉണ്ടാക്കി? വാവ്, അമേസിങ് അമേസിങ്. അത് ശരിയാണല്ലോ. ആദ്യത്തെ സ്റ്റെപ്പില് ലൈറ്റ് അത്യാവശ്യം ഉണ്ടല്ലോ. ആദ്യത്തെ സ്റ്റെപ്പില് നമ്മളെന്ത് ചെയ്യും? ഇപ്പുറത്ത് സീറ്റ് വെക്കാണ്ടല്ലേ? ഓ മിക്കേ, ഞാൻ ഈ പറഞ്ഞ പോലെ ആക്കി തന്നടാ. ഈ ഭയങ്കര സ്കില്ലുള്ള ആളാണ് കേട്ടോ മിക്കേ. എടാ, ഞാൻ തന്നെ കറക്റ്റ് തന്നെ അവന് കൊടുത്ത റെഫറൻസ് സെയിം സാധനം തന്നെ. ഓ അതേപോലെ ആക്കി തന്നെ. എവിടെ നിന്ന് കിട്ടിയാ എനിക്ക് ഈ പഴയ ഇതൊക്കെ സംഭവമൊക്കെ? ആരാ വന്നേ?
അപ്പോൾ ആ വണ്ടിയിൽ വരുന്നത് ആരാണെന്നുള്ളത് നമുക്ക് വൈകാതെ അറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഫുൾ സെറ്റപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര ഹേർട്ട്ഫെൽഡ് ആയിട്ടുള്ളൊരു നോമ്പ് തുറവിയാണ് എനിക്ക്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു തുറവി ഹോസ്റ്റ് ചെയ്യണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കണം. പക്ഷെ ഇന്നാണ് നടന്നത്. എടാ വരലി അവിടേക്ക് വരലി. അപ്പം ഐ എം സോ ഹാപ്പി ഇങ്ങനത്തെ ഒരു നോമ്പ് തുറവി സെറ്റപ്പ് ചെയ്യാൻ പറ്റിയതില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും അടുത്ത പാർട്ടിലെ വീഡിയോ എല്ലാവരും കാണുക. ഇത് 2 പാർട്ടായിട്ടാവും ഈ നോമ്പ് തുറവി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇത് ഓൾറെഡി ഫുള്ളായി. ഇനി അടുത്ത പാർട്ടുള്ളത് കുറച്ചുകൂടി എൻജോയിങ് ആയിട്ട് കുറച്ചുകൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു അടുത്ത പാർട്ട് വരാൻ പോണത്. സോ മസ്റ്റായിട്ടും എല്ലാവരും എന്തായാലും ആ പാർട്ട് എന്തായാലും കാണുക. അപ്പം നമ്മൾ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായി നമ്മളെല്ലാവരും കുക്ക് ചെയ്ത ഫുഡ്, എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ്, എങ്ങനെയുണ്ട് നമ്മളൊരു നോമ്പ് തുറവി എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത പാർട്ടിൽ കാണാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ആൾ. ബൈ.